അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് നല്ല അടിപൊളി ഒരു തെരണ്ടീൻ്റെ ഫ്രൈ കിട്ടും. ഇതാണ് നമ്മളെ തെരണ്ടി കണ്ടില്ലേ, കുറച്ച് വലിപ്പമുള്ളതാണ്. ഞാൻ വെട്ടി കളഞ്ഞിട്ടോ, ഞാൻ വെട്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ തെരണ്ടി ആശാൻ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം ഇത് നന്നാക്കുന്ന എങ്ങനെ നോക്കാം. നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ കുറച്ച് നൈസ് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് നമുക്കിതാ ഈ കളറൊക്കെ അല്ലേ, ഇതൊക്കെ ഒന്ന് നൈസായിട്ട് പോക്കണം. അതായത് ഏകദേശം ഈ കളറിലേക്ക് വരും. അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കട്ടോ. ഇപ്പോൾ കണ്ടത് ചുരണ്ടി കഴിഞ്ഞാൽ നമുക്ക് പോകുന്നില്ല, നൈസായിട്ട് പോകുന്നുണ്ടോ. അത് വെറും വെള്ളത്തിൽ നമ്മൾ സാധാ നോക്കി നമ്മൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നൈസായിട്ട് നല്ലപോലെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ നൈസ് ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂടുള്ള റെഡി ആയിട്ട്, ചൂടുള്ള നല്ല കട്ട ചൂടെടുക്കുക കേട്ടോ, പെരുചൂട് എടുക്കരുത്, കുറച്ച് ചൂടുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ ചൂടത്ത് തന്നെ കിടന്ന് വെന്തു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് നമ്മളിത് നല്ല ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, നമ്മൾ കാണില്ലേ, ഇതുണ്ടോ, നമ്മളിത് ചൂടത്ത് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയായി കഴുകണം. അപ്പോൾ കഴുകുന്നതിന് മുന്നായിട്ട് ഇതുണ്ടോ, നമ്മളിതിങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ചുരണ്ടി കൊടുക്കുക, നല്ല വൃത്തിയായിട്ട് ചുരണ്ടി കൊടുക്കുക. നല്ലൊരു കത്തി എടുത്തിട്ട് കുറച്ചൊന്ന് മുക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ചളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതുണ്ടോ, ചളിയും കാര്യങ്ങളൊക്കെ മെല്ലെ ഇങ്ങനെ എന്താ പറയുക അലിയാൻ തുടങ്ങും. ഈ പിടിച്ചിടക്കുന്ന ഈ ചളിക്കൊന്ന് അലിയാൻ തുടങ്ങും. ഇത് ചൂടുവെള്ളത്തിലല്ലാണ്ട് നിങ്ങൾക്ക് നേരം പോലെ തന്നെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇത് ഞാൻ നല്ലപോലെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. അല്ലാതെ ഇപ്പോൾ ചിലർ പറയും ഞാൻ ചൂടത്ത് ഇടില്ല, അല്ലാതെ തന്നെ ക്ലിയർ ആവുമെന്നൊക്കെ പറയും. അപ്പം ഓക്കെയാണ്, സംഭവം ശരിയാണ്, അങ്ങനെയും ആക്കാം നമുക്ക് കേട്ടോ. ഇതുണ്ടോ, ഈ ചളി കണ്ടോ, നമ്മളിങ്ങനെ ചുരണ്ടി എടുക്കണം കേട്ടോ. നല്ല വൃത്തിയിൽ ഇങ്ങനെ ചുരണ്ടി എടുക്കുക ഉണ്ടോ. കറക്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. കൈ അടി സപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. ഇത് നന്നാക്കി പോക്കാനാണ് പണി. ഇതുണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് കാണണ്ടല്ലോ. ഇതുണ്ടോ, ഇതങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരണ്ടുമ്പോൾ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ അതിൻ്റെ ഉണ്ടോ. പിന്നെ മാക്സിമം ആൾക്കാരനുസരിച്ച് ഉപ്പിട്ടിട്ടാണ് നമ്മളിപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് ഇനി ഒന്ന് വൃത്തിയാക്കണം. പക്ഷേ വൃത്തിയാക്കിയില്ല, ഞാൻ വൃത്തിയാക്കുമ്പോൾ നമുക്ക് ഉപ്പിട്ടിട്ടാണ് അധികം ആൾക്കാരും ഇതൊന്ന് ക്ലീൻ ചെയ്യുക, ഉരച്ചെടുക്കുക കേട്ടോ. നമുക്ക് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നല്ല വൃത്തിയാക്കിയിട്ട് ഉരച്ചെടുക്കാതെ നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉപ്പിട്ടിട്ടൊന്ന് ഉരച്ചെടുക്കുക കേട്ടോ. ഇത് ഉരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലുള്ള ഈ എന്താ പറയുക, ഈ പിടിച്ചെടുക്കുന്ന ചളിയൊക്കെ അതങ്ങ് പോരും. അതുണ്ടോ, നല്ല വൃത്തി, നല്ല സുന്ദര കുട്ടപ്പനാണ് കണ്ടോ. നല്ല വൃത്തിയാക്കി ഇങ്ങോട്ട് ഉരച്ചെടുക്കരുത്. ഇപ്പം നമ്മളുടെ നല്ല വൃത്തിയായിട്ട് കഴുകിയ നമ്മളെ തെരണ്ടി കുട്ടൻ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പുറകുവശം കണ്ടോ, പുറകുവശം ഇതൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്യണം. ഇതിങ്ങനെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ തെരണ്ടി കട്ട് ചെയ്ത് നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോകാം കേട്ടോ. തെരണ്ടി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുണ്ടോ, ഈ സൈഡ് ഉണ്ടോ, ഈ സൈഡ് ഇപ്പോൾ തെരണ്ടി എങ്ങനെ നീന്തുക എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ചിറക് ഉണ്ടോ, ചിറക് ഇതാണ് ചിറക് ഉണ്ടോ, ചിറക് നീന്തുന്നത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യണം. നമുക്ക് കട്ട് ചെയ്യാൻ നമുക്ക് നല്ലൊരു മൂർച്ചയുള്ളൊരു ഇതെടുത്തിട്ട് ഈ സൈഡ് എഡ്ജ് ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് വെക്കാം നമുക്ക് കേട്ടോ. ഇത് വളരെ നൈസായിട്ട്, മുള്ളി ഇതിനങ്ങനെ ഉണ്ടാവില്ല, ചെറിയ നൈസ്, അതായത് നമുക്ക് കടിച്ചാൽ പൊട്ടുന്ന മാതിരിയുള്ള ഇതാണ്ടാവുക, തൊണ്ടയിലൊന്നും കുത്തി കയറാത്ത നൈസ് മുള്ളുകളാണ്ടാവുക. കണ്ണുകൾ കാണുന്നുണ്ടാവും. ഇതുണ്ടോ, നൈസായിട്ടുള്ള ഇതല്ല. അപ്പോൾ നൈസ് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുണ്ടോ, സൈഡ് നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ കുഴപ്പമില്ല. ഉണ്ടോ, ഇങ്ങനെ അടിപൊളി കട്ടാവും. ഉണ്ടോ, ഇത് കട്ട് കഴിഞ്ഞ് ഒഴിവാക്കാം നമുക്ക്.
ഇനി നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കത്തി നല്ല മൂർച്ച കത്തി കുറവാണ് കുഴപ്പമില്ല. നമ്മുടെ കത്രിക എടുക്കാം. കത്രിക എടുത്തിട്ട് നൈസായിട്ടൊന്ന് വെട്ടി ഒഴിവാക്കി കൊടുക്കാം നമുക്ക് കേട്ടോ. അതേമാതിരി സൈഡൊന്ന് വെട്ടി ഒഴിവാക്കി കൊടുക്കാം. ചിലർ വെട്ടിയൊന്നും ഒഴിവാക്കൂല. നമുക്ക് ഈ എത്രയും വലിയ ഒരു എഡ്ജ് ആവശ്യമില്ല. നമുക്ക് നല്ല ഇറച്ചിൻ്റെ മാത്രം വെട്ടേണ്ട ആവശ്യമില്ല. നൈസായിട്ടൊന്ന് വെട്ടി ഒഴിവാക്കാം കേട്ടോ. ഏറ്റവും സ്ലിം ആ ഒരു പാർട്ടാണ് ഞാൻ ഒഴിവാക്കുന്നത്. ഒരു അത് ഒഴിവാക്കി. അതേമാതിരി തന്നെ ഈ വാലിൻ്റെ ഇതൊന്ന് ഇനി നമ്മത് കട്ട് ചെയ്യാൻ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡും കട്ട് ചെയ്ത് വെക്കാം നമുക്ക്. ഈ സൈഡും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് വെക്കാം. നല്ല കത്തി വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ പരിപാടിയൊക്കെ പൊട്ടിപ്പോവേ. അത് നല്ല ഉറപ്പാൻ തരും. ഇതുണ്ടോ ഞാൻ കട്ട് ചെയ്തെടുത്ത് നല്ലൊരു അടിപൊളി പീസ് കേട്ടോ. കട്ട് ചെയ്തെടുത്ത് നമ്മളിത് സൈഡിൽ വെക്കാം. അതേമാതിരി തന്നെ ഞാൻ ഈ സൈഡും കട്ട് ചെയ്ത് കേട്ടോ. ഈ സൈഡും നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇതും കട്ട് ചെയ്ത് ബാക്കി കേട്ടോ. ഈ സൈഡും കട്ട് ചെയ്ത് നമ്മൾ. ഇനി നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഈ പാർട്ട്സ് കണ്ടോ. ഒരു തലയും ഈ ഒരു ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഇതാണ് ഇതിൻ്റെ വയർ കേട്ടോ. ഇതിൻ്റെ വയർ പോർഷൻ ഇതാണ്. അപ്പോൾ ഇതിനുള്ളിലാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. ഇതുണ്ട് ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ. നമുക്കൊരു കത്രിക ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് കട്ട് ചെയ്ത് വെക്കട്ടോ. ഉണ്ടാ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഇത് നമ്മൾ വലിച്ച് ഒഴിവാക്കണം കേട്ടോ. ഇതിനുള്ളിൽ അപ്പോൾ ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിതാ ഒഴിവാക്കി കേട്ടോ. ഇതുണ്ടോ നമ്മളിതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. ഇതിൻ്റെ കരളാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് ഞാൻ തൽക്കാലം ഇത് എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതും ഒഴിവാക്കാം നമുക്ക് കേട്ടോ. ഒഴിവാക്കി. ഇപ്പം ഇത് വൃത്തിയായി. ഇതൊന്ന് കഴുകി വരട്ടെ. ഇനി നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കാം. ഓക്കെ. ഇപ്പം നമ്മൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ. കംപ്ലീറ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്യണം. സെൻറ്റർ പോർട്ട് നല്ല ഉറപ്പുണ്ടാവും കേട്ടോ. കാരണം അതിന് നട്ടല് പോലത്തെ ഭാഗമാണത്. അപ്പോൾ അവിടെ കുറച്ച് ഉറപ്പുണ്ടാവും.
ഇതാണ് അതിൻ്റെ തലഭാഗം. നമ്മളിവിടെ ഇങ്ങനെ മുറിച്ച് വെക്കണം. അപ്പോൾ തലഭാഗം നമ്മൾ മുറിച്ച് ഒഴിവാക്കി. കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുകി കളിക്കരുത് മുറിക്കുമ്പോൾ. കണ്ടോ, ഇനിയിപ്പോൾ ഈ പാർട്സാണ് നമുക്കുള്ളത്. ഇതുണ്ടോ, ഇതിൻ്റെ വായായിട്ടത്. ഇതൊന്ന് സെൻറ്റർ കട്ട് ചെയ്യാം. സാധാരണഗതിയിൽ ഇതിനൊന്നും മര്യാദയ്ക്ക് ഇതിനൊന്നും പോക്കാണ്ടാവില്ല കേട്ടോ. ഫുള്ള് നമുക്ക് എടുക്കാൻ പറ്റിയ സംഭവം തന്നെയാണ് ഇതിൻ്റെ മീറ്റ്. ഇപ്പം ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ അത് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് നമ്മൾ തെരണ്ടിൻ്റെ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ ചെറിയ പീസൊക്കെ, അപ്പോൾ നമ്മളിപ്പം ഇതൊക്കെ ഉണ്ടാക്കൂലേ, കൂന്തലൊക്കെ ഉണ്ടാക്കൂലേ, കണവ, അതേമാതിരി നമ്മൾ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ നമ്മൾ നോക്കട്ടോ, നോക്കാന്ന് പറഞ്ഞാൽ കണ്ടോ, ഇത്രയും ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഈ ചെറിയ പീസായി കട്ട് ചെയ്യും. ഇതാ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും ചെറുതാക്കാം നമുക്ക്. ഇപ്പോൾ നമുക്ക് ഇത്രയും വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിരണ്ടി നല്ലോണം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടോ കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് കണ്ടോ, ഇതാണ് നമ്മൾ ചിരണ്ടി ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ, ഇതും നമുക്ക് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇപ്പം നമ്മൾ നമ്മുടെ തിരണ്ടൊക്കെ കഴുകി നല്ല വൃത്തിയായി കട്ട് ചെയ്തിട്ട് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ, ഇനി നമുക്കിതിനെ നമ്മൾ ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചാൽ കേട്ടോ, ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചാൽ നമ്മൾ ലെങ്ത്തായിട്ട് ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇതേമാതിരി തന്നെ ഒരു 2 പീസായിട്ട് വെറുതെ നമ്മൾ കീറി ഇടുന്നുള്ളൂ കേട്ടോ. അതേമാതിരി തന്നെ ഇഞ്ചിയും അതേപോലെ തന്നെ നമ്മൾ ചെറുതാക്കിയിട്ടേ അരിയുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇതിൽ അരിഞ്ഞ് വെക്കും നമ്മൾ. ഓക്കെ, ഇതാ ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ അതേമാതിരി തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആകപ്പാട് എടുത്തിട്ട് 3 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3-4 പച്ചമുളക് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് അരിഞ്ഞിടാം. 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തത് കേട്ടോ. നമ്മൾ നോർമൽ, അതായത് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അതെങ്ങനെ നമ്മൾ നോക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ടാൽ എന്താ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾ വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. പക്ഷെ ഞാൻ ഇവിടെ എല്ലാം ഒരേ ഒരു ലെവലിൽ അരിഞ്ഞാണ് വെക്കുന്നത് കേട്ടോ. എല്ലാം ഒരേ ലെവലിൽ അരിഞ്ഞിട്ടാണ് വെക്കുന്നത്. മുളക് നമ്മളിങ്ങനെ ചരിച്ച അരി കേട്ടോ, മുളക് ചരിച്ച അരി. പലരും പല മെത്തേഡിലാണ് കുക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ മെത്തേഡും കൂടി നോക്കാമല്ലോ. നമുക്ക് ഇപ്പം തീരെ നമ്മൾ കുക്കിങ്ങിൽ വലിയ ഒരു ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ, ഒന്നും അറിയാത്തവർക്ക് ഇപ്പോൾ ചിലർ പറയും ആദ്യം അത് ഇടണം, ആദ്യം ഉള്ളി ഇടണം, ആദ്യം തക്കാളി ഇടണം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്,
ഈ സാധനമൊക്കെ ഒന്നായിട്ടിട്ടിട്ട് എന്താ സംഭവിക്കുക നോക്കാമല്ലോ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ ആളിവിടെ തിരണ്ടി ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചു. നമ്മൾ ഈ ചട്ടിയിലാട്ടൊന്ന് ഉണ്ടാക്കാൻ പോണേ. കുറച്ച് ചെറിയ ചട്ടിയാണ്, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് വളരെ ചെറിയ തീയിലാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. നമ്മളതിൽ കൂടുതലായിട്ട് ഓയിലൊന്നും എടുക്കുന്നില്ല. കുറച്ച്, വളരെ കുറച്ച്, നമ്മൾ കുറച്ച് ഇത്ര എടുത്താൽ കേട്ടോ, ഇത്ര എടുക്കുന്നുള്ളൂ. കുറേ ഓയിലൊക്കെ ഒഴിച്ചിട്ട് കുറേ ഓയിലൊക്കെ കഴിക്കുന്നതായിട്ട് നല്ലത് നമുക്ക്. പക്ഷേ ഇത് കുറച്ച് അത്യാവശ്യം ആയതുകൊണ്ട് മാത്രമാണ് ഒഴിച്ച്. ഇതില്ലാണ്ട് നമുക്ക് പ്രാവശ്യം ചെയ്ത് നോക്കാം എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി നിങ്ങൾ. അപ്പോൾ അത് ഓപ്ഷനാട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും അതിന് വെച്ചാൽ എല്ലാം ഒരുമിച്ച് അങ്ങ് കുറച്ച് നല്ല എരിവ്, എനിക്ക് നല്ല സ്പൈസി വേണം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് മുളക് പൊടി ഇട്ടാം. മുളക് പൊടി ഇട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇത് കുറച്ച് നമ്മൾ ഉപ്പ് ഇട്ടു കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഈ എടുത്തു വെച്ച് നമ്മൾ തിരണ്ടി മൊത്തത്തിലൊക്കെ ഇടാൻ പോകും കേട്ടോ. മൊത്തത്തിൽ നമ്മൾ തിരണ്ടിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യാം. ഈ മീനും തിരണ്ടി ഇപ്പം ചിക്കൻ ആയാലും എന്തായാലും അത് ചെറുതാക്കി വെട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്ന് വെച്ചാൽ മസാല അതിൽ നല്ലോണം പിടിക്കും കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ പെട്ടെന്ന് കുക്ക് ചെയ്യണമെന്നുള്ളതിൽ നമ്മൾ കുക്കറിൽ വെച്ച് കുക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ വെച്ചാൽ പെട്ടെന്ന് കുക്കാവും. അതായത് അത് വെന്ത് പോകും, പക്ഷേ അതിലെ ടേസ്റ്റ് ഈ മസാല കാര്യങ്ങളൊന്നും അതിൽ പിടിക്കില്ല. ഇപ്പോൾ കണ്ടോ, നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് നമ്മളിതിൽ ഉപ്പോ കാര്യങ്ങളുണ്ടോ മാത്രം നോക്കിയാൽ മതി. എണ്ണ നമ്മൾ കൂടുതൽ ഒഴിച്ചില്ല. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. കറിവേപ്പില കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ല. ഇനി ഇത് നല്ലപോലെ അടച്ച് വെക്കുക. ഈ ആവിയിൽ കിടന്ന് ഇത് നൈസായിട്ടങ്ങ് വേവട്ടെ. നമ്മളിതിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് നമ്മൾ തിരണ്ടി. അപ്പോൾ ഇപ്പം അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് വെല്ലം ഒന്ന് മൂടി തുറന്ന് നോക്കാം, ഒന്ന് സംഭവിച്ചു നോക്കാമല്ലോ. നിറഞ്ഞു കൊടുക്കട്ടോ. കണ്ടോ, ഇതിൽ തന്നെ വെള്ളം കണ്ടോ, നമ്മൾ വെള്ളം ഒന്നും ഇതിൽ ഒഴിച്ചില്ല. അപ്പോൾ നമ്മൾ മൂടി വെച്ചപ്പോൾ നീരാവി കൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ നമ്മൾക്കിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുക്കായില്ലെങ്കിൽ മാത്രം നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടോ, നമ്മൾ തുള്ളി വെള്ളം ഒഴിച്ചില്ല കേട്ടോ. ഇതിൽ ഫ്രൈ ആവേണ്ട വിധം തിരണ്ടൊക്കെ വെന്തുണ്ട്. കുറച്ചുകൂടി നായിക്കോട്ടെ കേട്ടോ. കുറച്ചുകൂടി നായിട്ട് നമുക്കെടുക്കാം.
ഇതുണ്ടോ, നമ്മളൊരു തുള്ളി വെള്ളം ഒഴിക്കാതാണ് ഇതിപ്പം ഇങ്ങനെ മാറിയത്. അതാണ് ചെറു തീയിൽ നമ്മൾ അടച്ച് വെച്ചിട്ട് ചെറു തീയിൽ നമ്മൾ വേവിക്കുമ്പോഴുള്ള ഒരു ഇത്. ഇതുണ്ട്, ഇതിൽ മസാലയൊക്കെ നല്ലോണം അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി എവിടെയും പിടിക്കാനില്ല സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ അവസ്ഥ എന്താ, പെട്ടെന്ന് വേവും, പക്ഷേ മസാല ഒന്നും പിടിക്കില്ല. ഇത് വെന്തുണ്ട് കേട്ടോ സംഭവം. നമുക്ക് വെറുതെ നോക്കിയാൽ തന്നെ കേട്ടോ നല്ല വെന്തുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം.